ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ബിക്കോസ് എനിക്ക് കോളേജിൽ നിന്ന് ഒരു ടൂർ വരുന്നുണ്ട്. ടൂർ മീൻസ് IV ആണ്, ബട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിങ്ങിനല്ല പോകുന്നത്, ജസ്റ്റ് ഒരു ടൂർ പോലെയാണ് പോകുന്നത്. ആൻഡ് അപ്പം അതിനു വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. എനിക്ക് 31st ടൂർ പോകുന്നത്. ഇന്ന് 25 ആണ്. അടുത്ത വീക്കിലാണ് പോകുന്നത്, 31st ശനിയാഴ്ച. അപ്പം നമ്മൾ ട്രെയിനാണ് പോകുന്നത്. അപ്പം അതൊക്കെ അപ്പം വരെ പറയാം. അപ്പം എൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. അവളാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മളിവിടുന്ന് അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് അവളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് സുഡിയോ, പിന്നെ മാക്സ്, അങ്ങനത്തെ കുറച്ച് സ്ഥലത്തേക്കാണ്. എനിക്കൊരു 2 പാൻറ്റ് എടുക്കണം, കുറച്ച് 2-3 ടോപ്പ്, പിന്നെ വീട്ടിലിടുന്ന നല്ലൊരു ഡ്രസ്സ്. നമ്മൾ 4 ദിവസത്തെ ടൂറാണ്, 3 ഡേ ആണ് സ്റ്റേ ചെയ്യുന്നത്. മറ്റേ 4ാമത്തെ ദിവസം തിരിച്ച് വരും. നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. ആദ്യം നമുക്ക് അനീതിനെ കൂട്ടിയിട്ട് വരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഗൈസ്, ഇതാണ് ഇട്ട ഡ്രസ്സ്. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതിൻ്റെ സിസ്റ്ററിൻ്റെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് ബൈക്കിൽ. നമ്മൾ ഇവിടുന്ന് ചെളാരി എത്തണം. ചെളാരിയിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് അവളുള്ളത്. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴേക്കും അവളവിടെ ഓൾറെഡി ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അവൾ ഒരുങ്ങി നമ്മളെല്ലാവരും കൂടെ വേഗം പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ബസ്സിന് കാത്തുക്കായിരുന്നു ഇവിടെ. അങ്ങനെ കുറേ നേരം കാത്തുന്നതിൻ്റെ ശേഷം ഞങ്ങൾക്കൊരു ബസ് കിട്ടി. ഞങ്ങൾ ആദ്യം തന്നെ പോയത് സുഡിയോയിലോട്ടേക്കാണ് കേട്ടോ ഗൈസ്. ഞങ്ങളങ്ങനെ സുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സ് എടുക്കണം, പാൻറ് ടോപ്പൊക്കെ എടുക്കണം. നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ. സോ നമുക്ക് ഇവിടുന്ന് പാൻറ് ടോപ്പ് ഇത്രയൊക്കെയാണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം ആദ്യം തന്നെ. പിന്നെ ഒരു ഡ്രസ്സ് എടുക്കുന്നതാണ് ഒരു വലിയ ചടങ്ങ് ഗൈസ്. നമുക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെടണം, സൈസിനനുസരിച്ച് കിട്ടണം, എല്ലാം ചെയ്യണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ ട്രയൽ ചെയ്തപ്പോൾ ആ ഒരു ഭംഗി എനിക്ക് ഇട്ടപ്പോൾ തോന്നിയില്ലായിരുന്നു, കണ്ടപ്പോൾ ഉള്ള ഭംഗി തോന്നിയില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു ടീഷർട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും എടുത്ത് അവൾക്കും എടുത്ത്. ഇതിപ്പോൾ വെച്ചാൽ ഇത്രയും ഡ്രസ്സ് ട്രൈ ചെയ്യണം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇവൾക്കും എടുത്ത്, പിന്നെ എനിക്ക് എടുത്ത് അത്ര ഇവൾക്ക് എടുക്കാത്തതിനുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 5 ഡ്രസ്സ് എത്തുന്നത്, 2 വീട്ടിലിടുന്നതും 2 ടീഷർട്ടും 1 പാൻറ്റും. നമുക്ക് ഇട്ട് നോക്കാം. ഗൈസ്, ഇതാണ് ഫസ്റ്റത്തെ ടീഷർട്ട് ഞാൻ ഇട്ടത്. ഞാൻ കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ അതൊന്നും നമ്മൾ ഫുള്ള് വാങ്ങിച്ചിട്ടില്ല. ഇട്ട് വരുമ്പോൾ ഉള്ളൊരു ഭംഗിയില്ലെന്ന്. എനിക്ക് ഈ ഒരു ബ്ലൂ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റേ ടീഷർട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഗൈസ്, ഞാൻ ഒത്തിരി ഡ്രസ്സ് ട്രൈ ചെയ്ത് ഫുള്ള് നിങ്ങൾ കണ്ടിട്ടില്ല. ഇനിയും ഡ്രസ്സ് ഉണ്ട്. ഇത് ഞാൻ എടുക്കുന്നില്ല അത്യാവശ്യം, കാരണം ഇതിന് XL ആണ്. ലാർജ് ഞാൻ എടുത്തത് എൻ്റെ സിസ്റ്റർ ഇടാൻ പറ്റും. ലാർജ് ആൾ എടുത്തിട്ട് വന്നിട്ട് ഞാനിടും. എനിക്ക് ബ്ലൂ ഡ്രസ്സ് വേറെ ഇഷ്ടപ്പെട്ടു. ഒരു ഡൗട്ടാണ് അത് വേണോ വേണ്ടത്. അതൊന്നും കൂടെ നോക്കണം എനിക്ക് ഇട്ടിട്ട്. പിന്നെന്താ, 2 ടീഷർട്ട്, ഒരു ടീഷർട്ട് നോക്കി വെച്ചിട്ടുണ്ട്, അതെടുത്തപ്പോൾ പാൻറ്റ് ഇവിടുന്ന് കിട്ടിയില്ല, അതുകൊണ്ട് വേണ്ട വെച്ച്. അങ്ങനെ അധികം ഇവിടുന്ന് കിട്ടാൻ ഞങ്ങൾ വേഗം ഇവിടുന്ന് ഇറങ്ങി കാര്യം. നമ്മൾ ട്രൈ ചെയ്തെടുത്ത അത്രയും ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരു ടോപ്പ്, പിന്നെ വീട്ടിൽ നിന്ന് 2 ഡ്രസ്സ് എനിക്ക് അവൾക്കും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവിടെ ഒരു പിങ്ക് ഡ്രസ്സ് എടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്താണ് അവിടുന്ന് ആ ഒരു പിങ്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ബ്ലൂ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എടുക്കുന്നതിനാണ് വിചാരിച്ചത്, ബട്ട് അത് പിന്നെ എന്താണ് വേണ്ടെന്ന് തോന്നി. കുറേ നേരം ഇട്ട് കണ്ടിട്ട് തോന്നുന്നു വേണ്ടെന്ന് തോന്നി. അത് ഞങ്ങൾ എടുത്തില്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ അങ്ങനെ പോവാണ്. സുഡിയോയിൽ ഞങ്ങൾ ഇറങ്ങി. എന്താണ് പറയുക, അധികം ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം 5 മണി 4:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഗോകുലം മാളിലേക്ക് പോവാണ്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഈസി ബൈ കയറുന്നു. അവിടുന്ന് പിന്നെ മാക്സിലും കൂടെ കയറാനാണ് നമുക്ക് പ്ലാൻ ഇട്ടുള്ളത്. ഇവിടെ നമ്മൾ ഓട്ടോയ്ക്ക് പോകും അല്ലേ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം കാത്തിട്ട് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയത് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് കയറി ഞങ്ങൾ ഗോകുലം മാളിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്, കാരണം ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഇനി. അങ്ങനെ ഫുഡ് കൗണ്ടറിൽ ഞങ്ങൾ കുറേ കൗണ്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു, കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തരാപാരം നടന്ന്. ഞങ്ങൾ മെയിനായിട്ട് മാൾ വരുമ്പോൾ ഫുഡ് കഴിക്കാറ് സാധാരണ ഒന്നെങ്കിൽ ചിക്കിങ് ആയിരിക്കും, അല്ലെങ്കിൽ KFC ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൂസ് ആയിരിക്കും. സോ നമ്മൾ ഇതൊക്കെ വെറൈറ്റി സംഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷേ കുറച്ച് പൈസ ഉണ്ട് ഞങ്ങൾ നോക്കിയില്ല. അവസാനം ഞങ്ങൾ ചിക്കൂസിൽ നിന്ന് തന്നെ ഓർഡർ വാങ്ങിച്ച്. അതിനുശേഷം ഞങ്ങൾ എനിക്ക് ചിക്കിങ്ങത്തെ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്, ഒരു ബിരിയാണി റൈസ്. അപ്പോൾ ഞാൻ അത് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങള് ഗോകുലമാളിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഈസി ബൈയിലേക്ക് പോകുന്നു. അപ്പോൾ കഴിച്ചിട്ട് നമ്മളെ ചിക്കിങ്ങത്തെ ഓർഡർ ആദ്യം എത്തിയിട്ടുണ്ട്. ഈ റൈസ്, എനിക്ക് ഈ റൈസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവസാനം നമ്മൾക്ക് വേറൊരു ഓർഡറും കൂടെ വരാനുണ്ട്. നമ്മളെ ചിക്കൂസിന് ഓർഡറും കൂടെ വരാനുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൂസിൽ ഓർഡറാണ് അതാ ഇരിക്കുന്ന ചിക്കൻസ്. ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡ് കഴിച്ച് പറഞ്ഞാൽ ആദ്യം തന്നെ പോയത് ഈസി ബൈയിലേക്കാണ്. ഇവിടുന്ന് നമ്മൾക്ക് മെയിനായിട്ട് കിട്ടേണ്ടത് ഇനി പാൻറ്റാണ്. നമുക്ക് പാൻറ്റാണ് ഇവിടെ കിട്ടാത്തുള്ളത്. നമ്മൾ മെയിനായിട്ട് വന്നത് പാൻറ്റിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യ തരത്തിൽ പാൻറ്റ് കിട്ടത്തുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പാൻറ്റ് നോക്കിയത്. ഞങ്ങൾ ഡ്രസ്സ് നോക്കിയിരുന്നു, ടോപ്പൊക്കെ. അതും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു വീട്ടിലിരുന്ന ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോയി. കാരണം നൈറ്റ് ഡ്രസ്സ് വേണം ഞങ്ങൾക്ക്. ഞങ്ങൾ നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോയി. സമയം 6:19 അങ്ങനെ ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ മാക്സിലേക്കാണ്. അവിടെ നിന്നെങ്കിലും ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടുമെന്ന്. ബട്ട് ഇവിടുന്നെങ്കിലും ഒരു പാൻറ്റ് കിട്ടണം. ഇന്ന് കിട്ടുമെങ്കിൽ എനിക്ക് പിന്നെ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വരാൻ പറ്റത്തുള്ളൂ. ഈസി ബൈ ഒന്നുമില്ല. അപ്പം ഉണ്ട്, പക്ഷെ ഈസി ബൈ നമ്മൾ ഉദ്ദേശിച്ചിട്ടൊക്കെ പാൻറ് ഇല്ല. അപ്പം നമ്മൾ ആകെ നൈറ്റ് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഒരു നൈറ്റ് ഡ്രസ്സിൻ്റെ ജോഡി 499. എന്തൊരവസ്ഥയാണ് ഫ്രണ്ട്സ്. നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു പാൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് പറ്റിയ സൈസിൽ കിട്ടി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാൻറ്റായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ സൈസിന് കിട്ടില്ല. ഞാൻ ഇട്ടത് ലാർജ് ആയിരുന്നു, എനിക്ക് പറ്റുമായിരുന്നു. ബട്ട് കുറച്ച് നമ്മൾ വാങ്ങുമ്പോൾ വലുത് വാങ്ങുന്നതൊക്കെ നല്ലതല്ലോ. ബട്ട് എനിക്കത് കിട്ടിയില്ല. അവസാനം നമ്മൾ വീണ്ടും R&Bയിലേക്ക് പോയി. നമ്മൾ മാക്സിമം വാങ്ങിച്ചിട്ടൊന്നും കിട്ടിയില്ല. R&Bയിലേക്ക് വന്നു. ഒരു പാൻറ്റ് ചെയ്തപ്പോൾ R&Bയിലേക്ക് വന്ന് ഇവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം. പിന്നെ അടുത്ത ആഴ്ച പ്രത്യേക സെലക്ഷനാണ്. അത് ഇവിടെ കിട്ടുന്ന സാധനമല്ല. അതെ ഗൈസ്, നമുക്ക് പ്രത്യേകം നമ്മളൊന്നും കിട്ടുന്നില്ല. ഇവിടെ നിന്ന് കിട്ടുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പാൻറ്റ്. നോക്കാം. ഒന്നും നടക്കാണ്ടായപ്പോൾ അമ്മ എന്നെ ഭീഷണിപ്പെടുത്തി പാൻറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എപ്പോൾ ഗൂഗിൾ മാൽ വന്നാലും ഞങ്ങൾ ഇവിടുത്തെ മറ്റേ ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾ കഴിക്കും. ഇത് നല്ല ടേസ്റ്റാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കില്ല എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഏത് സമയത്ത് ഇവിടെ വന്നാലും ഞങ്ങളത് വാങ്ങിക്കും. ഒന്നിന് 100 രൂപ കേട്ടോ. ഒരു പീസ് കേക്കിന്, ഇങ്ങനത്തെ ഒരു പീസ് കേക്കിന് 100 രൂപയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇവിടെ പകുതി മുറിച്ച് ഷെയറിങ്. How beautiful. ഇരിക്കാനൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നത് തിന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടോ കേക്ക് കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് നെസ്റ്റോയിലാണ്. ഇവിടെ ചിക്കൻ വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു ഞങ്ങൾ. ഞാനൊന്ന് ഇട്ട് എൻ്റെ മുടിയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഡ്രസ്സിങ്ങിൽ ട്രൈ ചെയ്യുമ്പോൾ പോയതാണ്. പിന്നെ ഞങ്ങൾ R&B കയറി. അവിടുന്ന് ഒരു കുന്തം കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ ഒന്ന് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ചിക്കൻ വാങ്ങണം എന്ന് ഓർത്ത്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ കയറി ചിക്കൻ വാങ്ങാൻ വന്നതാണ്. പക്ഷേ നെസ്റ്റോയിൽ കയറി ചിക്കൻ വാങ്ങുന്നതിന് പകരം ബാക്കിയെല്ലാം നോക്കുകയാണ്. സമയമില്ല. 7:20 ബസ്സിന് പോകേണ്ടതാണ്. എന്നിട്ട് ഇവിടെ ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് കുറേ നേരം തെരാപ്പാല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങൾ നോക്കി നടന്ന അവസാനം ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ കയറി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടാണ് പോയത്. അതിൻ്റെ ശേഷം അമ്മ വേറെ എന്തൊക്കെ സാധനങ്ങൾ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഞങ്ങൾ ഇങ്ങോട്ടും പോയി. 3 പേരും 2 വഴിക്കായി. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ലേസ് കണ്ടു. ഞങ്ങളിവിടുന്ന് റെഡ് ലേസ് എടുത്തു ഗൈസ്. റെഡ് ലേസ് എനിക്ക് പച്ചയായിരുന്നു ഇഷ്ടം, പക്ഷേ പച്ച അവിടെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ റെഡ് എടുത്ത് അതിനുശേഷം നമ്മൾ ബില്ലടിക്കാൻ പോയി ഗൈസ്. കാരണം നമ്മൾ ഓൾറെഡി കുറേ നേരം വൈകിയാണ്. ഇപ്പോഴേ സമയം കുറേ വൈകിയാണ്. 8 മണിക്ക് ശേഷം ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വേഗം ഇവിടുന്ന് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വേഗം പോയി. അപ്പോൾ നമ്മൾ ഓടുകയാണ്. അമ്മ വേഗം നടക്കുകയാണ്. ഓട്ടോയിൽ കയറി ഞങ്ങളിതാ പോവാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം ഗൈസ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ്സിനൊക്കെ കിട്ടി, സീറ്റും കിട്ടി. ബട്ട് ഔട്ട് എടുക്കാൻ മറന്നു ഗൈസ്. എന്തായാലും നമ്മൾ എത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുറേ രാത്രിയായിരുന്നു. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.